ഞങ്ങൾ കടലിൽ പോയത് കായംകുളത്ത് നിന്ന് പെരുമ്പള്ളിയിലെത്തി. അവിടുന്ന് തറയിൽ കടവിൽ വന്നിട്ടാണ് പോയത്. തറയിൽ കടവിൽ നിന്നും വള്ളത്തിൽ കയറി കായംകുളം കായലിലൂടെ അഴീക്കൽ പാലത്തിൻ്റെ അടിയിലൂടെ പുലിമുട്ട് കടന്ന് കടലിലെത്തി. ഈ സ്ഥലം നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ കാർത്തികപ്പള്ളി താലൂക്കിലാണ്. അഴീക്കൽ ബീച്ചും വല്യഴീക്കൽ ബീച്ചും ഈ സമുദ്രതീരത്ത് തന്നെയാണ്. നല്ല രസകരമായിരുന്നു. ഞങ്ങൾ ഈ യാത്ര പോകാൻ കാരണക്കാരനായത് എൻ്റെ സുഹൃത്തായ അബ്ദുൾ അസീസ്, ജനറൽ ഹോസ്പിറ്റലിലെ ലേ ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് പോയത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുള്ള രാജേഷാണ് എല്ലാം ഏർപ്പാട് ചെയ്ത്. വള്ളം ഓടിച്ചത് സജിത്തും സനീഷുമാണ്. ഞങ്ങൾ വളരെ രസകരമായിരുന്നു. കായംകുളം കായൽ വഴി പോയി. ഞങ്ങൾക്ക് പോകാനുള്ള വള്ളം മീഡിയം ഒരു വള്ളമായിരുന്നു. ഞങ്ങൾ 4 പേര് ഇവിടുന്ന് കടലിൽ പോവുക. കടൽ ഫിഷിംഗ് ബോട്ടിൽ കടൽ കാണാൻ പോവുക. അസീസ് സാറ്, ഷിബു, കണ്ണൻ, രാജേഷ് ഇവിടുത്തുകാരനാണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ജോലിയാണ്. ഞങ്ങളെല്ലാം കൂടെ പോവാം. ഞങ്ങളെല്ലാം കൂടെ കടൽ തീരത്തോട്ട് പോവാണ്. കടൽ തീരത്തല്ല, ആഴക്കടലിലേക്ക് ഫിഷിംഗ് ബോട്ടിലാണ് പോകുന്നത്. തെക്കടത്ത് വിശാലമാണല്ലോ. ഞങ്ങളങ്ങനെ കടലിലേക്ക് പോയാണ്. മുന്നേ ഇരിക്കുന്നവരല്ല വണ്ടി ഓടിക്കുന്നത്, പുറകെ ഇരിക്കുന്നവരാ. എല്ലാ വാഹനത്തിലും മുന്നേ ഇരിക്കുന്നവരാ പിടിക്കുന്നത്, പക്ഷേ ഇതേ മാത്രം പുറകെ ഇരിക്കുന്നവരാ. അതൊരു ഫിഷിംഗ് ബോട്ട്. ഒരു കോടി രൂപ വില വരും ഇല്ലയോ? അത് 1 കോടി രൂപ വില വരുമോ? എല്ലാരും കിഴക്കതിൽ. വയർലെസ് സെറ്റ്. അങ്ങനെ ഒരു മോഹമായിരുന്നു കടലിൽ പോകണം എന്നുള്ളത്. കടലിലോട്ട് പോവുകയാണ്. ഇത് കായലാണ്. ഇതേത് കായലാ? കായംകുളം കായലിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പൊഴിയിൽ, ഇതെങ്ങനെ പൊഴിയിൽ ചെന്നിട്ട് കടലിലോട്ട് പോകും. അഴീക്കൽ കായംകുളം പൊഴിയിൽ ചെന്നിട്ട് കടലിലേക്ക് പോകും. ശിക്കാരവേലൻ ശരി, നമ്മുടെ അടുത്തുള്ള വെള്ളം. 1.5 കോടി രൂപ. മനസ്സിലായോ? ഇതൊരു ഫിഷിങ്ങിന് പോയാൽ എത്ര? ഇപ്പോൾ 1 ലക്ഷം രൂപ കിട്ടുകയെന്ന് വിചാരിക്കുക. 1 ലക്ഷം രൂപ കിട്ടുമ്പോൾ ഈ വള്ളം മേടിക്കുന്നതിന് ചിലപ്പോൾ ഒരു ലാഭത്തിന് ലേലം വിളിക്കുന്നവർക്ക് കൊടുക്കും. ഒരു 10,000 രൂപ അവർക്ക് കൊടുക്കും. അപ്പോൾ 1 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ പോയി. പിന്നെ മീൻ കൊണ്ടുവരുന്ന പുറത്തുനിന്നുള്ള വള്ളമാണെങ്കിൽ അവർക്ക് 15,000 രൂപ കൊടുക്കും. അപ്പോൾ 25 പോയി. ബാക്കി പോയിട്ടുണ്ട്. പോകുന്നവർക്ക് പൈസ കൊടുക്കണ്ടേ? പോകുന്നവർക്ക് 40%, 60%, 40% മുതലാണ്. അല്ല, പിന്നെ ഡീസൽ വേണ്ടേ? ഡീസലും എല്ലാം കഴിച്ച് ബാക്കിയാണ്. ഡീസലെല്ലാം കഴിച്ച് എത്ര കിട്ടും? ചിലപ്പോൾ ഒരു 50 രൂപ വെച്ച് മതിക്കും. 50,000 രൂപ കിട്ടും. 50 രൂപ മതിക്കും. 30,000 രൂപ 50,000 രൂപ കിട്ടത്തില്ല. 30,000 രൂപ വെച്ച് മതിക്കും. 30,000 രൂപ ആളുകൾക്ക് കൊടുക്കും. 20,000 രൂപ അത്രേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അന്നേരം 5-10 ലക്ഷം രൂപയൊക്കെ അല്ലേ കിട്ടും.
5-10 ലക്ഷം കിട്ടുമ്പോൾ നല്ല എമൗണ്ട് അങ്ങ് കിട്ടും. പകുതി ഇതെല്ലാം ഇവർ ഈ കാശെല്ലാം ലാഭക്കാരനെന്ന് പറഞ്ഞ് ഇവർ കൊടുത്തിട്ട് ഇവരതെടുക്കും. വല്ലിയിടിക്കൽ അടി ലൈറ്റ് ഹൗസ് ഞാൻ പോയിട്ടില്ല. അതിൽ കയറാം നമുക്ക് കേട്ടോ, വരുമ്പോൾ കയറാം. അത് ഏത് ലൈറ്റ് ഹൗസാ? വല്ലിയിടിക്കൽ. അഴീക്കൽ ബീച്ച്. അതെ, നിനക്കറിയല്ലേ? അഴീക്കൽ ബീച്ച് അല്ലേ? വല്ലിയിടിക്കൽ ഹാർബർ അല്ലയോ? ഹാർബർ എന്നാണ് പറയുന്നത്. ഹാർബർ ഫിഷ് ലാൻഡിങ്. ഇവിടെ എല്ലാം മീൻ പിടിച്ച് കൊണ്ടുവരുന്നത് അല്ലയോ? വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടല്ലോ അവിടെ. ഇന്നൊന്നും ഇല്ലല്ലോ ഇല്ലയോ? ഇന്ന് വള്ളക്കാരില്ല. ഇവിടെ കൂടുതലും കച്ചവടം അവിടെ ഉണ്ടല്ലോ. അതേതാ? അത് അഴീക്കൽ ഫിഷ് ലാൻഡ്. ഇതെന്താ കൊണ്ടുപോകുന്നേ? ഇത് മണലോ ലോയിൽ പോകുമ്പോൾ പെട്രോളിലാണ് പോകുന്നത്, ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ മണ്ണെണ്ണയിലാണ് പോകുന്നത്. അപ്പം ഫാസ്റ്റ് ആയിട്ട് പോകുമ്പോൾ മറ്റേ വണ്ടി മറിഞ്ഞു പോകും. അതിനെ കൊണ്ടാണ് ഇവരെ സ്ലോ ചെയ്യുമ്പോൾ മണ്ണെണ്ണയിലോട്ട് മാറ്റുന്നത്. ഇത് നമ്മളെ കടലിലോട്ട് കയറുക. ഇതാണ് അഴിമുഖം. അഴിമുഖം പൊഴി. ഇതെന്താ പൊഴി ഏതാ? സുനാമി പാലമാണ്. ഇതാണ് വല്ലിയിടിക്കൽ പാലം. സുനാമി പാലോ? രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന പാലം. സ്ഥലത്തിന്റെ മേളിൽ കയറാൻ നോക്കേട്ടാ. അവിടെ മുതലാണോ കടലോണേ? കടന്നു കിടക്കുന്ന അവിടെ അതിന് പൊഴി ഇല്ലയോ? ഈ വെള്ളം വന്നെല്ലാം കായലിൽ നിന്നുള്ള വെള്ളം എല്ലാം തള്ളുന്നത് അതുവഴിയില്ലേ പോന്നെ? നല്ല ഒഴുക്കായിരിക്കും. ഇത് നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു ഇല്ലയോ? ഇത് കല്ലിട്ടാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. ഇതിന് പുലിമുട്ടെന്നാ പറഞ്ഞത്. കക്കാവായിരുന്ന പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അഴീക്കൽ പൊഴി അല്ലേ? അഴീക്കൽ പൊഴിയല്ലേ അത്? അഴീക്കൽ പൊഴി. ഇനിയും കടലിലേക്ക് ഞങ്ങൾ കയറുകയാണ്. കണ്ടോ, വന്നപ്പോഴേ തിരയുടെ ആ രീതി മാറി. അടിപൊളി. ഞാൻ ഒന്ന് ഒരു സൈഡിലോട്ട് മാറി വീഡിയോ എടുക്കാം. അങ്ങനെ ഞങ്ങളെ കടലില് കടന്നു. ഞങ്ങൾ കടലിൻ്റെ നടുക്കാണ്. ഇപ്പം ഫിഷിംഗ് ബോട്ട് നിർത്തിയിട്ടേക്കുക. കടലിൽ ചാടാൻ ഞാൻ സന്നദ്ധനായിരുന്നു. പക്ഷേ ഞാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവന്നു. പക്ഷെ ചാടി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ ബുദ്ധിമുട്ടാണ്. അവർ ടയർ കൊണ്ടുവന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അന്നേരം ഇനി അടുത്ത വരവിന് ടയറുമൊക്കെ ആയിട്ട് വന്ന് ഒരു വരവ് വരുന്നതാണ്. ഇദ്ദേഹത്തെ ഇവിടെ മുക്കി ചെയ്യാനൊന്നും അറിയില്ല. നീന്തും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ശരിക്കും നടക്കാൻ പോലും അറിയാം. പിച്ച വെച്ചാൽ നടക്കുന്നത്. ആ നിപ്പ് കണ്ടോ? വേണ്ട പാവ മനുഷ്യനാ. പുള്ളിയുടെ കെയർ ഓഫിലാണ് ഞങ്ങളിവിടെ വന്നത്. എൻ്റെ വയർലെസ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്.
ഇങ്ങോട്ടാ കിട്ടുന്നോ? കിട്ടുന്നുണ്ട്. റെക്കോർഡ് ചെയ്യും. റെക്കോർഡിങ്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. മത്സ്യകന്യകമാരെ വല്ലതും കിട്ടുമെന്ന് നോക്കാം. മത്സ്യകന്യകമാരെ കിട്ടിയില്ലെങ്കിലും മത്സ്യത്തൊഴിലാളികളെ കിട്ടും. രണ്ടാമത്തത് ഞാൻ അടിച്ച് ഫിറ്റ് ആയിരുന്നു. അതല്ല സാധനം വേണം കഴി സാറേ, സാധനം വേണം കഴിച്ചു. സാധനം അവർക്ക് എനിക്ക് വേണോ സാധനം? രാവിലെ രാവിലെ വേണോ സാധനം? സാധനം വേണം രാവിലെ. അല്ലെങ്കിൽ കിഴക്കോട്ടോടെ സൈഡിൽ കൂടെ നമുക്കൊന്ന് ഇറങ്ങിട്ട് വരാം. കുറച്ച് സൈഡിൽ കൂടെ തീരത്തോടെ. ഇപ്പൊ അവിടുന്ന് 1 കിലോമീറ്റർ വിട്ടാ നമ്മള് കടലിൽ തീരത്തുനിന്ന് എത്ര നോട്ടിക്കൽ മൈലോ? അവര് മലര് നെയ്യ് അതൊക്കെ തന്നെ. ശബരിമല അതിനകത്ത് കിട്ടും. വയർലെസ് അല്ലേ? ഫ്രീക്വൻസി ഇതുമായിട്ട് വാച്ചാണോ ചില ചാനലുകളിലേക്ക് വരും. ടൈറ്റാനിക് ആണോ? എത്ര വക്കീലന്മാർ കടലിൽ പോയിട്ടുണ്ട്? മറ്റൊരുത്തം പോയിട്ടുണ്ട്. ഇല്ല, ഞാൻ മാത്രമേ പോയിട്ടുള്ളൂ. ധൈര്യം വേണം അതിന്. കാരണം ഞാൻ കാലത്ത് വെള്ളത്തിൽ ഇട്ടു. അണ്ണൻ അങ്ങോട്ട് വീഴാം. വല്ല നീ വല്ല മുപ്പത്തിനുണ്ടോ? സാറിന്റെ നക്ഷത്രം എന്താ സാറേ? പോയിട്ട് 2 നോട്ടിക്ക് 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ. കടലിൽ പോകുമ്പോ ഇതാണ് വെച്ചോണ്ട് പോകണം. വള്ളത്തിന്റെ സ്പീഡായി കാണും. ജയനാണ്, ജയൻ ജയൻ ചരവന്തരത്തിലെ ജയനാണ്.
ചായക്കകത്തൊക്കെ കള്ളക്കടത്തുകാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ടിഷ്യൂ! വെടിയൊക്കെ. ടിഷ്യൂ! അതിനകത്തൊക്കെ ആണോ? ഇട്ടേ സാർ. സാറേ അസീസേട്ടാ! അസീസേട്ടാ, good! Good! ഇതിനകത്ത് പായലാക്കിയാലും ഒട്ടും മരത്തില്ല. ഇല്ലില്ല, വായലൊക്കെ വന്നാൽ ഉണങ്ങിപ്പോ. നമ്മുടെ സാധാരണ വെള്ളത്തിന് അത്രയും പെട്ടെന്ന് ചാടിയ താഴത്തും ഇല്ല. സാന്ദ്രതയാണ്. താന്നു പോത്തില്ല, താന്നു പോത്തില്ല. എത്ര ദൂരം വരെ കടന്ന് നീന്തിയിട്ടുണ്ടോ? എത്ര ദൂരം വരെ നീന്തി? ഞാൻ വലുതായിട്ട് നീന്തി. അത്ര നീന്തി. എനിക്ക് വെള്ളത്തിൽ ഭയമുള്ള ഒരാളാണ്. മീൻ പിടിക്കാനുണ്ടോ? വലിക്കാൻ പോകുക സമയത്ത് ആ വലയിട്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണത്. അവിടെ ഇങ്ങനെ കറങ്ങി അടി തട്ടിച്ചെടുക്കുന്നു. അവിടെ കിളികളൊക്കെ കണ്ടോ? പരുന്തും ഇല്ലയോ? ചെറിയ മീനുകളെല്ലാം ഇപ്പുറത്തോട്ട്. ബെസ്റ്റ് വേസ്റ്റ് കളയുന്നു വലയ്ക്കാത്തുള്ള. ഓ ഓ പരുന്തൊക്കെ അടുപ്പിച്ചല്ല പരുന്ന് നമ്മളെ കൊത്തു. ഓ വലിയ സാധനമല്ലേ ഇത് പോകുന്നു. ഇവിടെയുള്ള വണ്ടിയല്ലയോ? കള്ളപ്പൊട്ടാന്നോ? കെട്ടിട്ട് കപ്പി കൊടുക്കും, എന്നിട്ട് പൊക്കി എടുക്കും. കപ്പി വെച്ച അത് മോട്ടർ വെച്ചാന്നോ കപ്പി വലിക്കുന്നത്? ഇതൊന്നും മതി സാറേ, ഇത് പൊക്കി എടുത്തോണ്ട് പോകും സാധനത്തിന്. അതെ, ഒരാള് കിടന്ന് തിന്നുന്നുണ്ടോ? അത് നേർക്കാക്കിയാ. അതെ, ഇത് പൊക്കി പൊക്കുന്നു വെള്ളത്തിൽ നിന്ന്. അത് നേർക്കാക്കിയാ. അത് ഇതെങ്ങനെ ഇത്ര സൂക്ഷ്മമായിട്ട് എത്ര കരയെന്ന് ഇത്ര തൊട്ടടുത്ത് വെച്ചെടുക്കുകയാണ്. അതെങ്ങനാ അല്ല, അനധികൃതമായിട്ട് എടുക്കുക എന്നത് അകത്ത് പോകേണ്ട വണ്ടിയായത്. ഈ കിഴുത്ത വെച്ചിരിക്കുക വെള്ളം മാറുന്നു പോകാൻ അല്ലയോ? എന്തൊക്കെ മീനായിരിക്കും അത്?
അത് വലിയോ ചെമ്മീൻ അതിന് തലക്കാണ് ചോറി ചോറി ഇത് ഈ സാധനം ഇപ്പോഴേക്ക് എന്നിട്ട് ഇന്നേ കാണാം കേട്ടോ ഫ്രണ്ടി കുത്തി പറയുന്നു അതേ ഫ്രണ്ട് കുത്തി പറയുന്നുണ്ടല്ലേ അതാട കിട്ടിയോ കിട്ടിയിട്ടുണ്ട്. പല ഡിസ്കവറിക്കാരൊക്കെ വർഷങ്ങൾ കാത്തിരുന്നതൊക്കെ കിട്ടുന്നത് അത് വലിയ ചൂടയില്ല അവർക്ക് കിട്ടുമല്ലോ അല്ലയോ? പിന്നെ മീൻ കിട്ടും സാറേ വലിയ വലിയ മീൻ കിട്ടും വലിയ കോര ടൈപ്പ് ഇത് അവരുടെ ഒരു രസം കൂടാ ഇല്ലേ? അവർക്ക് രസമാണ് വീട്ടിൽ വേണ്ടാത്തവരാ രാവിലേക്ക് വരും വീട്ടില് ബോട്ടിങ് എന്തിനാ കൊടുത്തിരിക്കുന്നത് വേറെ പാലം വരാനാണോ ഓ അതിനകത്ത് കയറി വണ്ടി വന്ന് ഇടിക്കാതിരിക്കാൻ കേട്ടോ അല്ല ഇത് പല്ലിയിൽ ബോട്ടാണ് ഇത് 5 ദിവസം വലിച്ചിട്ട് കയറി 5 ദിവസമൊക്കെ അല്ലേ? ഇവര് കക്കൂസൊക്കെ എങ്ങനെയാണെങ്കിലും ഇവര് പോവാ ഫിഷിങ്ങിന് പോവാ. ഒരു വലിയ അഴക്കടലായിരിക്കുമല്ലോ. എല്ലാ സംവിധാനത്തിലും പോവുക നമുക്ക് അതിനകത്ത് 2 ദിവസം പോക്ക് പോണം സാറേ അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. എങ്ങോട്ട് കൊണ്ടുപോകും? അങ്ങോട്ട് ഇതിനകത്തൂടാണോ പോലെ? ഇതിനകത്തോടെ പൊക്കോണ്ടിരിക്കുക. വെള്ളം അഴീക്കൽ ഹാർബർ. കമ്പനി അടക്കണേ ബോട്ട് സുഖമായിട്ട് വരാനാ ആരെ കൂടുതലോ മീനും കൊണ്ട് ബോട്ട് എടുക്കുക. അഴീക്കൽ ഹാർബർ. ഇത് നമ്മുടെ സുഹൃത്തായിട്ടാ ആ വ്ലോഗ് ചെയ്യാൻ വന്നേ വ്ലോഗ് പത്തനംതിട്ട.
കിട്ടിയോ അല്ലേ? ഏ ഒരു പേടിയില്ലായിരിക്കുന്നതാണ്. ചുമ്മാ അല്ല ഇവിടെ വെച്ചേക്കുന്നത്, ഇതെല്ലാം ഫിൽറ്റർ ചെയ്യാനുള്ള ഇത് ഫിൽറ്റർ ചെയ്ത് കരിമണൽ അല്ലേ? കരിമണൽ ഖനനം ആണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ആ കരിമണൽ ഉണ്ടാക്കുന്നത്. നിങ്ങളോട് ഇരിക്കുന്ന അതിൻ്റെ ഭംഗി. പൊട്ടിയാണോ അത്രയും നേരമായിട്ട് അപ്പോൾ മനസ്സിലായി ഇതിനകത്തില്ലെന്നാണ്. ഇതിനകത്ത് ഉണ്ടെന്നുള്ള പ്രതീക്ഷയല്ല. ഇതാണ് ഫിഷിംഗ് വല. എന്തോ നീളമാണെന്നറിയാം. ഇതാണ് പൊങ്ങിക്കിടക്കുന്നത്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഭാഗം. ഇത് താഴോട്ട് വരും. $500 മീറ്ററോ? എന്നാലും ഇത് എത്ര മീറ്റർ ഉണ്ട്? ഹലോ, സ്കൂട്ടർ ചാർജർ ഞങ്ങള് ഫിഷിംഗ് ബോട്ട് ഞങ്ങളുടെ അഡ്വക്കേറ്റ് മനു സാറിന്റെ നേതൃത്വത്തിലാണ് തീരദേശം സന്ദർശിക്കാൻ വന്നത്. അത് സാറാണ് അതിന്റെ എല്ലാ ഓർഗനൈസർ. സാറ് പറയും. ചുമ്മാ അകളം പറയുന്ന ഞാൻ ഇതിന്റെ കൂടെ ഇദ്ദേഹമാണ് ഇതെല്ലാം ചെയ്തത്. അസീസ് സാറാണ് ഇതിന്റെ സംഘാടകൻ. അബ്ദുൾ അസീസ് ലേ ഓഫീസറാണ് ജനറൽ ഹോസ്പിറ്റലിൽ, പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റൽ. ഇദ്ദേഹം ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്ത്. എവിടെയാണ്? HMC സെക്ഷൻ. ഇദ്ദേഹമാണ് മണിക്കൂർ ക്യാപ്റ്റൻ. ആരായിരുന്നു ക്യാപ്റ്റൻ? ഇത് ഞങ്ങളുടെ ബോട്ടിന്റെ പ്രിയപ്പെട്ട എല്ലാ നിയന്ത്രിച്ച കക്ഷി സനീഷ്. ഇത് സനീഷ് ഞങ്ങളെ നന്നായിട്ട് കോർഡിനേറ്റർ. ഇതാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ച വ്യക്തി. കോൺട്രാക്ടർ ഷിബു. ഇത് മണിക്കുട്ടൻ, നമ്മുടെ സംഘാടകനാണ്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഇവനെ എന്റെ സൈക്കിൾ നന്നായിരുന്നു. നല്ല അടിപൊളി യാത്ര. ഇനി ഞങ്ങൾ വരും തീർച്ചയായിട്ടും നമുക്ക് കാണാം. പറഞ്ഞോ. ഞങ്ങള് ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. അതായത് കായംകുളം വഴിയുടെ വടക്കോട്ടുള്ള വലിയ സ്കൂളിന്റെ കിഴക്കേശമെത്തി. ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ആങ്കർ ചെയ്തിട്ടിരിക്കുന്ന വള്ളമാണ് ഈ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ഒഴുകി കൂടെ പോകുന്ന വള്ളമാണ്. ഇതെല്ലാം ഇപ്പോൾ പണി മോശമായതുകൊണ്ട് ഇങ്ങനെ നിർത്തി ഇട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സാധാരണ പണിയുള്ള സമയമാണെങ്കിൽ ഈ വള്ളമെല്ലാം പണിക്ക് പോകുന്നതാണ്. കാണാം. ഇത് വള്ളമല്ല, ബോട്ടല്ലേ? വള്ളം നമ്മുടെ ഐലൻഡ് വള്ളം. ഇത് വള്ളം വള്ളം നമ്മൾ മറ്റേ പണിക്ക് പോകുന്ന ബോട്ടെന്ന് പറയാം സാധാരണ. ഇതും വള്ളമാണ്. അത് ഇത് വള്ളം, ബോട്ടല്ല. ഇത് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന വള്ളം. ഇവിടെ നേരെ അതായത് പരമ്പരാഗത രീതിയിൽ മത്സ്യം പിടിക്കുന്നതാണ് ഇത്. അതാണ് വള്ളം എന്ന് പറയുന്നത്. മറ്റേ ബോട്ടെന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഴക്കടലിൽ പോയി. ഇത് ആഴക്കടലിൽ പോകത്തില്ല. ഇല്ല, പോവും. ഇതിപ്പോ നമ്മളിവിടെ അയിലാമത്തി ഇതൊക്കെ മുകളിൽ കണ്ടുപിടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എക്കോ സൗണ്ടിലും കണ്ട് പോരും. ഇപ്പൊ പണി മോശമാണ്. ഈ വെള്ളം ഇന്ന് പണിക്ക് പോയത്. പണിക്ക് പോയിട്ട് വരാം. പണിക്ക് പോയ വെള്ളം ഇതൊക്കെ പണിക്ക് പോകാത്ത വെള്ളം. ഇതൊക്കെ കോടിക്കണക്കിന് രൂപ. ഇതൊക്കെ ഒരുപാട് പൈസ ചിലവാകുന്നു. ഈ
നമ്മൾ പിന്നെ യാത്ര ചെയ്യുന്ന ഈ വള്ളത്തിന് എത്ര രൂപ? നമ്മൾ പുതിയതായിട്ട് തെറ്റാക്കുകയാണെങ്കിൽ അതിൻ്റെ 2 ഇഞ്ച് അതിൻ്റെ വല വെള്ളം അങ്ങനെ പോലെ 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ വരും. വയർലെസ് 2 ഇഞ്ച് എക്കോ സൗണ്ടർ എല്ലാം കൂടെ വരുമ്പോൾ 5-ൻ്റെ മുകളിൽ പോകും. ഇത് അതിന്റെ പുറത്തെല്ലാം ആൾക്കാർ മടിയന്മാരാ പറക്കാൻ വയ്യ. ഓ മടിയന്മാരിരിക്കുക എന്റെ മണ്ടക്കല്ല അടിയന്മാരല്ല നോക്കിയിരിക്കുക, ഇര പിടിക്കാൻ. ഇരപിടിക്കാൻ നോക്കി കാത്തിരിക്കുന്നവരാണ്. അതാണ് കണ്ടോ? കെട്ടിയിടാൻ വേണ്ടി പിന്നെ നടക്കേ ഉള്ളു താഴ്ച. കാഴ്ച അപ്പുറത്ത് വെള്ളം സ്ട്രെച്ച് ചെയ്ത് കാലാ. കല്ലുമ്മക്ക ഇതൊരു ചാക്കിന് എങ്ങനെയാ എക്സ്പോർട്ട് ചെയ്യണം? ഇത് എക്സ്പോർട്ട് ചെയ്യണം ഇത്? സമയത്ത് 80 വീഴും, ചിലപ്പോൾ 100 വീഴും, ചിലപ്പോൾ 150 വീഴും, 200 വീഴും. 1 കിലോയ്ക്കോ? കാരണം ചിലപ്പോൾ 50 വീഴും, 30 വീഴും. ആദ്യം ഇതിപ്പോ എവിടെ കൊണ്ടുപോവാ? ഇന്ന സ്ഥലമൊന്നുമില്ല, ആവശ്യമുള്ള എത്തിച്ചു കൊടുക്കുക. ആ ശരി ശരി. ഇപ്പൊ ഇന്ന് എത്ര കിലോ? 1 കിലോയ്ക്ക് എത്ര രൂപ? ഇന്നത്തെ വില ഇതിന് കമ്പളത്തിൽ പറയാൻ പറ്റത്തില്ല. അവിടെ ചേട്ടാ മാത്രമല്ല, ഇവിടെ നിങ്ങൾ വിൽക്കത്തില്ല. ഇതാണ് ഈ കല്ലിനകത്ത് പിടിച്ചിരിക്കുന്നതിന്റെ ജീവനാടി. ഇതിൽ പിടിച്ചോണ്ടാണ് ആഹാരം കഴിക്കുന്നതൊക്കെ ഇങ്ങനെ ഇതിലാണ് പിടിച്ചിരിക്കുന്നത് കല്ലിനകത്ത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യോ? പിന്നെ അങ്ങോട്ട് പോവും? ഇല്ല, ഇത് ഒരിടത്തിരിക്കും. ഇവിടെ നിന്ന് പിന്നെ കുഞ്ഞുങ്ങളുണ്ടായി. അതിന് ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. ഇത് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് പോകത്തില്ല? പോവും. ഇത് കല്ലിന്റെ അത് നടന്നു പോയി കഴിയുമ്പോൾ വെള്ളമൊഴുക്കിന് വേറെ സ്ഥലത്തോട്ട് മാറിക്കൊണ്ട് ഇത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന എങ്ങനെ? പ്രജനനം എങ്ങനെ? കുഞ്ഞുങ്ങളുണ്ടാകുന്ന എങ്ങനെ? ഇതിന്റെ വിത്ത് പാകും. മുട്ട ഇടുവാന്നോ? അതൊന്നും കണ്ടോ? അല്ലല്ല, ഇതിനകത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് വലുതാകും. പിന്നെ ഇതിനകത്ത് പിടിച്ചാണ് പിന്നെ കുഞ്ഞുങ്ങളുണ്ട്. ഈ സാധനമില്ലേ പുഴി കഴിയുമ്പോഴത്തേക്ക് അല്ല, ഇത് കുഞ്ഞുങ്ങളുണ്ടാകുന്ന കാര്യം പറയാം. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് തന്നെ ഒരെണ്ണം ഒരു വലുതായി കഴിയുമ്പോൾ അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. വലുത് ചത്തോണ്ട് ഈ വലുത് അമ്മക്കൊക്കെ ബാക്കിയുള്ളതല്ല എന്ന് പറഞ്ഞ് ഇത് വലുത് ഇത്ര ഇത് അതുപോലെ ഇത് ഉണ്ടാക്കുന്ന രീതി കൂടെ ഒന്ന് പറഞ്ഞോട്ടോ. ഇത് എങ്ങനെയാ? ഇത് ആദ്യം ചൂടുവെള്ളത്തിൽ ഇത് വീട്ടിൽ ചെല്ലത്തില്ലേ, ചെല്ലുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ടേക്കണം. ഇത് കഴിയിട്ട് എടുത്ത് പുഴുങ്ങി കഴിയുമ്പോൾ വാ തുറക്കും. അപ്പൊ ഈ സാധനമില്ല, ഇത് ഇരിക്കുന്ന പാട് പിച്ചേ കളയണം. അത് കട്ടാണ് ഇതിന്റെ. അത് പിച്ച് കളഞ്ഞിട്ട് നമ്മുടെ കുടലും പിച്ച് കളഞ്ഞിട്ട് പിന്നെയും വേവിക്കണം. പിന്നെ നമ്മള് ഫ്രൈ ചെയ്യുക, കറി വെക്കുകയാണെങ്കിൽ കറി വറുക്കുക. അങ്ങനെ പിച്ച് കളഞ്ഞിട്ട് തിന്ന ഒരു കുഴപ്പമില്ല. ഇത് വലിയ ഗുണമുള്ള സംഗതിയാണ്. വിലയുള്ളത്. ഇപ്പൊ വില കുറവ്. കോഴിക്കോടൊക്കെ ചെല്ലുമ്പോ 250-300 ഒരു കിലോയ്ക്ക്. 500 രൂപയ്ക്ക് പറഞ്ഞ കാരണം അവിടെ ഒരു പ്രശ്നമാണ്. ഞാൻ ബാക്കി പൈസ ഞാൻ തരാം. ഞങ്ങളെ കടലിൽ കൊണ്ടുപോയ രാജേഷിൻ്റെ വീടാണ്. സൈക്കിളുണ്ട്, അതാണ് ഹൈലൈറ്റ്.